ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇനി അടുത്തതാണ്. അപ്പം നമ്മൾ ഒ ബിയുടെ ഫൗണ്ടേഷൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഹോത്രോൺ സ്റ്റഡീസ് ഉണ്ട്, റിലേ റൂം എക്സ്പെരിമെന്റ്സ് നടത്തുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു വർക്കേഴ്സിനെ, പിന്നെ ബാങ്ക് വയറിംഗ് എക്സ്പെരിമെന്റ്സ്. നെക്സ്റ്റ് ഈസ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ഹ്യൂമൻ ബീയിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള അപ്രോച്ചാണ് അവിടെ വരുന്നത്, ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. 1950s ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് വന്നിട്ടുള്ളത്. മാനേജീരിയൽ ഡൈനാമിക്സ്, മാനേജ്മെന്റ് ചെയ്യുന്നതിലുള്ള കുറെ ഡൈനാമിക്സ്, ഫ്ലെക്സിബിലിറ്റി, ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളതാണ് ആ കാലഘട്ടങ്ങളിൽ. അതായത് ഹോത്രോൺ സ്റ്റഡീസ്, നമ്മൾ ഹോത്രോൺ സ്റ്റഡീസിനെ കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെ റിസർച്ച് ഹോത്രോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തതിൽ നിന്ന് വളരെയധികം ചേഞ്ചസ് ഹ്യൂമൻ റിലേഷൻസിൽ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ആ സ്റ്റഡീസിൽ നിന്നുള്ള റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പം അതനുസരിച്ച് മാനേജ്മെന്റ് റിസർച്ചേഴ്സും ഒക്കെ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനിടയിൽ ആ ചേഞ്ചസ് അല്ല അവിടെ ഉള്ളത്, ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതും ആരും അത് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോത്രോൺ സ്റ്റഡീസിന് ശേഷമാണ്. അപ്പൊ അതനുസരിച്ച് പിന്നീടുള്ള ഒരു അപ്രോച്ച് വന്നതാണ്. അതായത് ഹ്യൂമൻ ബീയിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന സ്റ്റഡീസ് ആണ് ഹോത്രോൺ സ്റ്റഡീസ്. ആ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് എല്ലാ ഓർഗനൈസേഷനിലുള്ളത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ റിയലൈസ് ചെയ്തു ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്, ഹ്യൂമൻ ബീയിങ് ഇൻ ദ ഓർഗനൈസേഷൻ. അങ്ങനെ വന്നതിന്റെ ഫലമായിട്ട് പിന്നെ ഉള്ള ഒരു ഓർഗനൈസേഷനിന്റെ മാനേജ്മെന്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ പെർഫോം ചെയ്യുന്നതിലുള്ള അപ്രോച്ച്. ഇപ്പൊ ഞാൻ നിങ്ങളെ ഇപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് നിങ്ങളെ പറ്റിയിട്ട് ഒന്നും അറിയുന്നേയില്ല. ഞാൻ ക്ലാസ് എടുക്കുന്ന എൻ്റെ അപ്രോച്ച്, ഞാൻ എങ്ങനെയാണോ എൻ്റെ ബേസിക് ആയിട്ട് ഞാൻ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് ആ അപ്രോച്ച് അനുസരിച്ചാണ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ വന്നു തുടങ്ങി, ഞാൻ നിങ്ങളെ കാണുന്നു നേരിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നു നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ കപ്പാസിറ്റി, ഇന്റലക്ച്വൽ കപ്പാസിറ്റി, ഇമോഷണൽ കപ്പാസിറ്റി, അങ്ങനെയുള്ള സോഷ്യൽ റിലേഷൻസ് കപ്പാസിറ്റി, ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നു നിങ്ങളെ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് വീക്കായിട്ട് വരുന്നതെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ നിങ്ങളോടുള്ള എൻ്റെ അപ്രോച്ചിൽ ഞാൻ മാറ്റം വരുത്തുന്നതായിരിക്കും. മാറ്റം വരുത്തണമല്ലോ നിങ്ങളില്. അത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളിൽ ഉണ്ടാക്കിയിരിക്കേണ്ടത് ഒരു ടീച്ചർ എന്ന നിലയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ആ അപ്രോച്ച് ഞാൻ മാറ്റുന്നതായിരിക്കും. അപ്രോച്ച് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് വരാനുള്ള കാരണം മനസ്സിലായില്ലേ? അപ്പൊ ആ സ്റ്റഡീസിൽ നിന്നും ഉള്ള റിയലൈസേഷന്റെ ഫലമായിട്ട് ഉള്ളതാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, വിച്ച് റിസീവ്ഡ് സപ്പോർട്ട് ഫ്രം ബിസിനസ് ലീഡേഴ്സ്. ഈ അപ്രോച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്? ബിസിനസ് ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്തു. അക്കാഡമിഷ്യൻസ് അവര് സപ്പോർട്ട് ചെയ്യല്ലോ. അവര് 5 years കണ്ടിന്യൂസ് ആയിട്ട് പലതരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ് അവരിത് റിയലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഷുവറായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഇത്ര കാലം കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അക്കാഡമിഷ്യൻസ്, ലേബർ യൂണിയൻസ്, അവർക്ക് ഓൾറെഡി അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ഞങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് തരുന്നില്ല ഓർഗനൈസേഷനിൽ എന്നുള്ളത് ആർക്ക് നല്ല ഉറപ്പായിട്ട് ഇരിക്കുന്നുണ്ട്? ലേബർ യൂണിയൻസിന് അത് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ തയ്യാറാകും. അങ്ങനെ ആ സമയത്താണ് സെക്കൻഡ് വേൾഡ് വാർ വന്നത്. അപ്പൊ ലേബേഴ്സ് കുറെ പേരൊക്കെ വാറിന് രാജ്യങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുപോയപ്പോ ലേബേഴ്സിന്റെ ഷോർട്ടേജ് വന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇതും വന്നപ്പോ അവിടെ എന്ത് വന്നു? ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിന് വളരെയധികം ഇമ്പോർട്ടൻസ് വന്നു. അവിടെ സർട്ടൻ പ്രിൻസിപ്പിൾസ്, അതുപോലെ മാനേജ്മെന്റ് പ്രാക്ടീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമായിട്ട് വന്നു. ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ് ആണ്. അതായത് അവിടെ പീപ്പിളിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. പീപ്പിളാണ് അവിടെ പ്രൈമറി ആയിട്ട് വരുന്നത് സോഷ്യൽ എൻവയറമെന്റിൽ. അതുപോലെ തന്നെ മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്നത് അവരുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ സോഷ്യൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട്, ഇക്കോണമിക് നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ മെന്റലി സാറ്റിസ്ഫൈ ചെയ്യുക. അവിടെ ഓൾറെഡി എല്ലാ എംപ്ലോയീസും ആ കാലഘട്ടത്തിൽ അതുവരെ എങ്ങനെയായിരുന്നു? അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഏതിൽ വന്നത്? ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിൽ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിന്റെ വാല്യൂസ് ആരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്? ഡൗഗ്ലാസ്, മെഗ്രഗർ,
MIT സൈക്കോളജിസ്റ്റ് അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരൊക്കെ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് നന്നായി വർക്ക് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ തിയറീസ് ഇല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ മാനേജ്മെന്റിലുള്ള മോട്ടിവേഷൻ തിയറീസ്? മെഗ്രഗറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ആയിരുന്നു തിയറി എക്സ് ആൻഡ് തിയറി വൈ. പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവരുടെ ബിഹേവിയറിലൊക്കെ മനസ്സിലാക്കിയിട്ട് തിയറി എക്സിൽ കുറെ അസെപ്ഷൻസ് ഉണ്ട്, തിയറി വൈയിൽ കുറെ അസെപ്ഷൻസ് ഉണ്ട്. തിയറി എക്സിൽ എന്താ പറയുന്നത്? ബേസിക്കലി ഹ്യൂമൻ ബീയിങ് ആർ ലേസി അല്ലേ? നമ്മളൊക്കെ ലേസി അല്ലേ? നമ്മൾ പിന്നെ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ ഉള്ളതാണ്. അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ഡിസ്ലൈക്ക് ആയിരിക്കും. അവരെ ആരും കൺട്രോൾ ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ സുഖമായിട്ട് അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ അതൊക്കെ മാറ്റാനായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതാണ് തിയറി എക്സിൽ പറയുന്നത്. തിയറി വൈയിലും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തിയറി എക്സ്, തിയറി വൈ, അങ്ങനെ കുറെ മോട്ടിവേഷൻ തിയറീസ്, മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറി, അതിൽ ഇക്കോണമിക് നീഡ്സ്, അതിൽ ആ പിരമിഡിന്റെ സ്ട്രക്ചറിൽ ഓരോ നീഡും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അടുത്ത നീഡിലേക്ക് പോകുന്നു. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അവർ മെന്റലി വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അവർ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മാറുന്നതായിരിക്കും. അങ്ങനെ 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 കുറെ കാര്യങ്ങളൊക്കെ ഏതിൽ വരുന്നു? ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിന്റെ ഫലമായിട്ട് ഓർഗനൈസേഷന്റെ എൻവയറമെന്റ്, സോഷ്യൽ എൻവയറമെന്റ്, ഇക്കോണമിക് എൻവയറമെന്റിൽ കുറെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. എല്ലാ എംപ്ലോയീസ് ഒരുവിധം അവരെ ഹാപ്പി ആക്കാനും അവരുടെ പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഏതിന്റെ ഫലമായിട്ട് സാധിച്ചു? ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിന്റെ ഫലമായിട്ട് സാധിച്ചു. ഓക്കെ, അടുത്ത് തന്നെ ടുവേർഡ്സ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അങ്ങനെ 1950s ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ കൂടുതൽ വന്നിട്ടുള്ളത്. അതുപോലെ 1960s കാലഘട്ടത്തിലും അങ്ങനെ കുറെ ഇവല്യൂഷൻസ് വന്നിട്ടുള്ള കാലഘട്ടങ്ങളാണ്. ഈ കാലഘട്ടങ്ങളിൽ ഹ്യൂമൻ റിലേഷൻസിലും അതിന്റെ കൺസെപ്റ്റിലും അതിന്റെ മെത്തഡോളജീസിലും ഒക്കെ കുറെ ഇവല്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ OB എന്തായിട്ട് നമുക്ക് കണക്കാക്കിയിരുന്നു? സയന്റിഫിക് ഫീൽഡ് ഓഫ് എൻക്വയറി. എന്തൊക്കെയാണ് അതുവരെ ഉണ്ടായിരുന്ന ബാക്ക്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെ ടുവേർഡ്സ് OB പതുക്കെ പതുക്കെ ഓർഗനൈസേഷനിൽ എന്തായി വന്നുകൊണ്ടേയിരിക്കുന്നു? OB ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് OB. അങ്ങനെ OB ഒരു ഓർഗനൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ OBനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് കുറെ അപ്രോച്ചുകളുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ അപ്രോച്ചുകൾ മാറിക്കൊണ്ടേയിരിക്കും. പല ആംഗിളിൽ നിന്നായിരിക്കും നമ്മൾ ഒരു കാര്യത്തിനെ സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായി, നമ്മുടെ കോളേജിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പളുടെ അപ്രോച്ചിൽ പറയുന്നത് വേറെ ഒന്നായിരിക്കും, ടീച്ചേഴ്സിന്റെ അപ്രോച്ചിൽ പറയുന്നത് വേറെ ഒന്നായിരിക്കും, നിങ്ങൾ സ്റ്റുഡൻസിന്റെ അപ്രോച്ചിൽ പറയുന്നത് വേറെ ഒന്നായിരിക്കും, ഓഫീസ് സ്റ്റാഫിന്റെ അപ്രോച്ചിൽ പറയുന്നത് വേറെ ഒന്നായിരിക്കും, സൊസൈറ്റിയുടെ അപ്രോച്ചിൽ പറയുന്നത് വേറെ ഒന്നായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് അതിൽ നല്ലതും ചിത്തയും ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ അപ്രോച്ചസ്, അപ്പൊ OBനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന അപ്രോച്ചുകൾ. അപ്പൊ കുറെ അപ്രോച്ചുകളാണ് OBനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്. ഇതിൽ എന്തായിരിക്കും വരുന്നത്? ഹ്യൂമൻ ബീയിങ്ങിനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വളരെയധികം റോൾ പ്ലേ ചെയ്യുന്നവരാണ് ഹ്യൂമൻ റിലേഷൻസ്. ഹ്യൂമൻ റിസോഴ്സസ് മാനേജറിയൽ റോൾ ഉണ്ടായിരിക്കും, മാനേജേഴ്സ് ഉണ്ടായിരിക്കും, അവരായിരിക്കും എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുന്നത്, അവരായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരെ ട്രീറ്റ് ചെയ്യുന്നത്. സുപ്പീരിയേഴ്സും മാനേജേഴ്സും നല്ല റോൾ ഉണ്ടായിരിക്കും അവർക്ക്. അവരുടെ സൂപ്പർവിഷൻ അതിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വളരെ കുറയുന്നതായിരിക്കും. അപ്പൊ അവരെ എങ്ങനെ നന്നായിട്ട് മെച്ചുവർ ആക്കാം, അവരെ എങ്ങനെ പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി അവരെ വളരെ എങ്ങനെ കൂട്ടാം, അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ടും ഗ്രോത്ത് ആയിട്ടും അവരെ എങ്ങനെ കൊണ്ടുപോകാം, അതിനെക്കുറിച്ചൊക്കെ OBനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ്. ഏത് അപ്രോച്ചാണ്? ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്. അടുത്ത അപ്രോച്ചാണ് കണ്ടീജൻസി അപ്രോച്ച്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മാനേജ്മെന്റിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. കണ്ടീജൻസി അപ്രോച്ച് എന്ന് പറയുന്നത് ചില സിറ്റുവേഷനിൽ നമുക്ക് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഒരിക്കലും ഒരേപോലെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മളുടെ മാനേജ്മെന്റ് പ്രോസസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും, ഇഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും, ജോബിന്റെ നേച്ചർ നോക്കിയിട്ട്, ടെക്നോളജിയുടെ നേച്ചർ നോക്കിയിട്ട്, എൻവയറമെന്റ് ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിന്റെ നേച്ചർ നോക്കിയിട്ട്, അതനുസരിച്ച് നമ്മളുടെ മാനേജേഴ്സിന്റെ ഒക്കെ ടാസ്കിലും അതുപോലെ തന്നെ അപ്രോച്ചിലും ഒക്കെ മാറ്റങ്ങൾ. എനിവേ നമ്മൾ ഓർഗനൈസേഷന്റെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് ഒക്കെ സാറ്റിസ്ഫൈ ആയിട്ട് ഇരിക്കേണ്ടതാണ്. ഇനി പ്രൊഡക്ടിവിറ്റി അപ്രോച്ച്, പ്രൊഡക്ടിവിറ്റിയുടെ ബേസിൽ പ്രൊഡക്ടിവിറ്റി നമുക്ക് എപ്പോഴും ഡാറ്റ നമുക്ക് കാണുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി ഇങ്ങനെയായിരുന്നു, അതിനേക്കാൾ മുന്നത്തെ വർഷത്ത് ഇങ്ങനെയായിരുന്നു, അതിനേക്കാൾ മുന്നത്തെ വർഷത്ത് ഇങ്ങനെയായിരുന്നു,
നമ്മളുടെ പ്രോഫിറ്റ് ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു എന്നുള്ള ഡാറ്റാസ് നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റിലും കാണാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിലൊക്കെ നമുക്ക് കാണാം. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടുത്തെ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി എങ്ങനെയാണ് എന്നുള്ളത്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട്. നമ്മൾ ആ മാർക്കിന്റെ ഡാറ്റ നോക്കിയാൽ അറിയാം നല്ല കുട്ടികളാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സും അവർക്ക് സിലബസ് ഒക്കെ നന്നായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഇൻഫോർമേഷൻ ഒക്കെ ആ ഡാറ്റയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടുത്തെ ഇൻപുട്ടിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ്, അവിടുത്തെ ഗോൾ എന്തായിരുന്നു, അവിടുത്തെ വാല്യൂസ് എന്തായിരുന്നു, അവിടുത്തെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയുള്ളതായിരുന്നു, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എങ്ങനെയുള്ളതായിരുന്നു, അവിടുത്തെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു, അതനുസരിച്ച് ഇവരുടെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ആ ഔട്ട്പുട്ട്, ആ പ്രൊഡക്ടിവിറ്റി കണ്ടാൽ അറിയാം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ അവിടെ നല്ല എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സിസ്റ്റംസ് അപ്രോച്ച് എന്താണ്? സിസ്റ്റം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഒരു വലിയൊരു പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റമായിട്ട് കണക്കാക്കുന്നു. അവിടെ കുറെ സബ് സിസ്റ്റംസ് ഉണ്ടായിരിക്കും. ഓരോ സബ് സിസ്റ്റംസും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും, റിലേറ്റഡ് ആയിരിക്കും. അതിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അവരുടെയൊക്കെ ഇതനുസരിച്ച് ആ ഇൻപുട്ട്, ഒരു സിസ്റ്റത്തിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് വരും. ആ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും വേറൊരു സിസ്റ്റത്തിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാ സിസ്റ്റംസും ഇന്റർ റിലേറ്റഡ്, ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ അവർ എത്രമാത്രം ഇഫക്റ്റീവ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുള്ളതൊക്കെ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ അനുസരിച്ച് നമുക്ക് എന്തിനെ സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും? OBനെ സ്റ്റഡി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.